ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സമ്മർ മീഡിയ എന്ന ചാനൽ യൂട്യൂബിലൂടെ അനുമോളെ എന്തും വെളുപ്പിക്കാൻ, അനുമോൾ ചെയ്യുന്ന കാര്യങ്ങളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനുമോളുടെ പക്ഷം പിടിച്ചുകൊണ്ടാണ് എന്തിനും സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അവർ യൂട്യൂബിൽ കഴിഞ്ഞ ദിവസം ഇട്ട് ഒരു വീഡിയോ കണ്ടു, ഒരു ടിഷ്യൂ പേപ്പർ കൈ പിടിച്ചുകൊണ്ട് നൂറ നടന്നു പോകുന്നു, ഇതാണ് തെളിവ്, അതുകൊണ്ടാണ് ഞാൻ അനുമോളുടെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ക്യാപ്ഷനോടെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ കൈ പിടിച്ചുകൊണ്ട് പോകുന്നതിന് അത് തെളിവ് എന്ന് പറയേണ്ട കാര്യം എന്താണ്? പറഞ്ഞത് ആദിലേനോടാണല്ലോ, അതിലത് വ്യക്തമാക്കിയതുമാണ്. എന്നിട്ടും ഇങ്ങനെ സമ്മർ മീഡിയ വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈയിടെ മറ്റൊരു വീഡിയോയും കൂടെ കാണാനിടയായി. അഖിൽ മാരാറും റോബിൻ രാധാകൃഷ്ണനും പറയുന്നത് നിങ്ങൾ കേട്ടോ എന്നുള്ളൊരു രീതിയിലൊരു സംസാരം. അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ എന്നാണ് നമ്മുടെ സമ്മർ മീഡിയ വ്യക്തമാക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇവർ ഈ പ്രാവശ്യത്തെ ഗെയിം ഒന്നും കണ്ടിട്ടില്ല എന്ന് ഇവർ തുറന്നു പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഈ അനുമോൾ ചെയ്ത് കാണിക്കുന്ന കൊള്ളരുതായ്മകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ പ്രാകുക, തെറി വിളിക്കുക, ബോഡി ഷെയിം ചെയ്യുക, പിന്നെ അത്രയ്ക്ക് ഡ്രാമ കാണിക്കുക. ശരിക്കും പറഞ്ഞാൽ അഖിൽമാരാറുടെ സീസണിൽ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം അഖിൽമാരാർ അടിച്ചിട്ട് ഇറങ്ങി പോയേനെ എന്നിടക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അഖിൽമാരാർ ആയിക്കോട്ടെ, റോബിൻ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെയിം കാണാതെ ഒരു മൊത്തത്തിൽ ജനറൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവാണ്. ഒരാൾ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വോട്ട് കൂടാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാണ് അവർ പറയുന്നത്. അത് അനുമോളെ ഉദ്ദേശിച്ച് മാത്രമല്ല, ഇവർ ഗെയിം കാണാതെ സംസാരിക്കുന്നതാണ് എന്ന് ഞാനപ്പോൾ പറയും. കാര്യം അനുമോള് PR-ന്റെ ബലത്തിൽ മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത് എന്നുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ആര്യൻ ജിസൈൽ ഇഷ്യൂ. ആ സമയത്ത് അനുമോൾക്ക് PR ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ ആഴ്ച ഇറങ്ങി പോകേണ്ടിയിരുന്ന ആളായിരുന്നു അനുമോൾ. അവിടെ അത്രയും വലിയ PR ആയതുകൊണ്ട് മാത്രമാണ് അനുമോളെ വെളുപ്പിച്ച് ബാക്കിയുള്ള ജനങ്ങളിലേക്ക് ഒരു വൃത്തികെട്ട രീതിയിലേക്ക് ജിസൈലിനെ ആയിക്കോട്ടെ ആര്യനെ ആയിക്കോട്ടെ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. പിന്നെ പലപ്പോഴായിട്ട് നോമിനേഷനിൽ വരുമ്പം ശരിക്കും പറഞ്ഞാൽ വിജയിപ്പിച്ചെടുത്തത് PR ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. അത്രയ്ക്കും നെഗറ്റീവായിട്ടുള്ള ഒരാളാണ് BB ഹൗസിൽ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി. പിന്നെ കൂടാതെ അഖിൽമാരാർ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അനുമോളുടെ PR ആണ് പറയുന്നത് എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ മാത്രമാണ് ഡ്രാമ കൊണ്ടും PR കൊണ്ടും മുന്നോട്ട് പോയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ്. ഇനി ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അക്ബർ ആയിക്കോട്ടെ അവിടെ ഗെയിം കളിക്കുന്നുണ്ട്, അനീഷ് ആയിക്കോട്ടെ നല്ല സ്ട്രാറ്റജി പ്രയോഗിക്കുന്നുണ്ട്, ഷാനവാസ് ആയിക്കോട്ടെ അടിപൊളിയായിട്ട് ഒരു കുടുംബ പ്രേക്ഷകർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, നെവിൻ ആയിക്കോട്ടെ സൂപ്പർ എൻ്റർടൈനർ. പക്ഷേ ഈ അനുമോളെ സംബന്ധിച്ചിടത്തോളം കുറേ പ്രാക്കും വിടുവായിത്തരങ്ങളും പിന്നെ ദുഷിപ്പും ബോഡി ഷെയിം പോലെയുള്ള കാര്യങ്ങളാണ് അവിടെ അനുമോൾ ചെയ്തു കൂട്ടുന്നത്. ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണോ പുറത്ത് PR കാണിക്കുന്നത് അതാണ് അനുമോളുടെ PR-നോട് എല്ലാവർക്കും ഇത്ര ദേഷ്യം വരാനുള്ള റീസൺ എന്നും പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇവർ ഗെയിം കാണാതെ അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിലെ എപ്പിസോഡോ ലൈവോ കാണാതെ ജസ്റ്റ് ഒരു വീഡിയോ വെച്ചിട്ടാണ് ഈ അഖിൽമാരാർ ആയിക്കോട്ടെ നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ ആയിക്കോട്ടെ ഇവർ സംസാരിക്കുന്നത്. സോ അവർ സപ്പോർട്ട് ചെയ്യുന്നതല്ല, പക്ഷേ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഈ സമ്മർ മീഡിയ പോലുള്ള മുഖ്യ നമ്മുടെ യൂട്യൂബേഴ്സ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ തികച്ചും ന്യായമല്ല.